ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറികളെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് ഏകദേശം ഒരു 4 വർഷത്തോളമായി ഞാൻ ഇത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ഇതുവരെ പറിച്ചൊഴിവാക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, അത്രയും എനിക്ക് ആഴ്ചയിൽ 3-4 വട്ടം എനിക്കിത് കിട്ടുന്നുണ്ട്. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വിളവെന്ന് പറയാനിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ വളരെ കുറച്ചുള്ളൂ. ഒന്ന് കോവക്ക, ഒരു 3-4 പയർ, അതും വിത്തിന് വെച്ച പയറാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടില്ല. തത്തനെ പേടിച്ചിട്ട് കവറ് കെട്ടിയിട്ടിട്ടൊക്കെയാണ് ഈ വിത്തിന് പയർ വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് കിട്ടിയത്, അല്ലെങ്കിൽ അതും കിട്ടൂല. ഇപ്പോൾ ഇന്നത്തെ കാര്യം വളരെ മോശമാണ്. ഒരു 3 വെണ്ടക്ക. ഏറ്റവും വലിയ വില്ലൻ ഇപ്പോൾ തത്ത തന്നെയാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ ഇത് കാണുന്നത് ഇത് സാമ്പാർ ചീരയാണ്. പരിപ്പ് ഇട്ടിട്ട് നമ്മൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ കറി വെക്കുന്ന രീതിയിൽ കറി വെച്ചാൽ പത്തിരിയിലേക്കും ചോറിലേക്കൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ് ഇതും. ഇതെല്ലാം ടെറസിൻ്റെ മുകളിലാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണിത്. പൊന്നാങ്കണ്ണി ചീരേനെ പോലെ തന്നെയാണ് ഇതും. നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ സ്ഥലമില്ലാത്തവർ കൃഷികൾ ചെയ്യുക, ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണത്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെയല്ല. കണ്ടോ, പയറൊക്കെ കവറിനകത്ത് കെട്ടിയിട്ട് കവറൊക്കെ അഴിച്ചിട്ട് ആണ് ഇപ്പോൾ അതെല്ലാം പൊട്ടിക്കുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പോലുള്ള എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങളെപ്പോലുള്ള ചെറിയ ചാനലുകാരുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് ശ്രമിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.